താപസതുല്യം ജീവിച്ച് വളരെ ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഏറ്റവും ആദരണീയനായ മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും ജീവിത ശൈലിയെക്കുറിച്ചും നാം വിചിന്തനം ചെയ്യുമ്പോൾ താപസതുല്യം തൻ്റെ പൗരോഹിത്യ ജീവിതം സാർത്ഥകമാക്കിയ വന്യ പുരോഹിത ശ്രേഷ്ഠനാണ് മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പാണ്ഡിത്യം അഹങ്കാരത്തിനുള്ള ചവിട്ടുപടിയായിട്ടല്ല പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ കണ്ടത്. മറിച്ച് സംസ്കൃതത്തിലും മലയാളത്തിലും ഇതര വൈദേശിക ഭാഷകളിലും പ്രാവീണ്യം നേടിയ മോൺസിഞ്ഞോർ വളരെ ലളിതമായും ഹൃദ്യമായും തൻ്റെ അടുത്ത് ഭാഷാശുദ്ധി വരുത്തുവാനായിട്ട് ഗ്രന്ഥങ്ങളുമായും പ്രബന്ധങ്ങളുമായി വരുന്ന പഠിതാക്കൾക്ക്, ഗ്രന്ഥകർത്താക്കൾക്ക് സവിശേഷമായ വാത്സല്യമായിരുന്നു. ഭാഷയിൽ കർശനമായ നിബന്ധനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തെറ്റുവരുത്താതെ ശുദ്ധമായ മലയാളത്തിൽ ഗ്രന്ഥരചനകൾ നടത്തണമെന്ന ശാഠ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സംസ്കൃത ഭാഷയിലെ പാണ്ഡിത്യം സംസ്കൃതത്തോട് ചേർന്ന് പോകുന്ന വൈദേശിക ഭാഷകളെ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈബിൾ വിവർത്തന സമയത്ത് ഭാഷാശുദ്ധി വരുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ സേവനം എന്നും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ചും മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളും സഭാപ്രബോധനങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട്, വിശിഷ്ടതയോടുകൂടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിനും കൈരളിക്കും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെ സ്മരണീയമാണ്. നീണ്ട 3 പതിറ്റാണ്ടുകൾ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POCയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. വളരെ നിശബ്ദമായൊരു ശുശ്രൂഷയായിരുന്നു അത്. ബഹളങ്ങളും കോലാഹലങ്ങളുമില്ലാത്ത, പാണ്ഡിത്യത്തിൻ്റെ ഗർവില്ലാത്ത, വളരെ ശാന്തമായ, സൗമ്യമായ, ഹൃദ്യമായ ഒരു ജീവിതമായിരുന്നു മോൺസിഞ്ഞോർ കുരുക്കൂർ POCയിൽ ഞങ്ങൾക്കെല്ലാം മാതൃകയായിട്ട് നൽകിയത്. POC കുടുംബത്തോട് മാത്രമല്ല, POCയുടെ പരിസരങ്ങളിലെ ഭവനങ്ങളിലും അദ്ദേഹത്തിന് വളരെ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. 30 വർഷം കൊണ്ട് POCക്ക് ചുറ്റുമുള്ള കുടുംബങ്ങളുമായും വ്യക്തികളുമായും നല്ല സൗഹൃദം സ്ഥാപിക്കാനും ആ ഭവനങ്ങളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർജിക്കുകയും ചെയ്ത മോൺസിഞ്ഞോർ കുരുക്കൂർ അവർക്കെല്ലാം ബഹുമാനമുള്ള ജ്യേഷ്ഠ സഹോദരനും പിതാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയ അച്ഛൻ്റെ സാന്നിധ്യം, സംഭാഷണം, പ്രാർത്ഥന, അനുഗ്രഹം അത് നേടുവാനും സ്വീകരിക്കുവാനുമായിട്ട് അധികം പേര് ഇവിടെ വന്നിരുന്നു. എന്നെ ആകർഷിച്ചൊരു കാര്യം, അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന തുച്ഛമായ സ്റ്റൈഫൻഡ്, അതുപോലെ തന്നെ മറ്റു പലരോടും അദ്ദേഹം ചോദിച്ചു വാങ്ങിയിരുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങളെല്ലാം
പഠിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ, പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ പഠന ചെലവിനായിട്ട് അദ്ദേഹം കൊടുത്തിരുന്നു. അത് അദ്ദേഹത്തിനൊരു വലിയ ശുശ്രൂഷയായിട്ട് അദ്ദേഹം കണ്ടിരുന്നു. ഇടവക വികാരിയായിട്ടല്ല അദ്ദേഹം 30 വർഷം ഇവിടെ ജീവിച്ചതെങ്കിലും ഈ സമൂഹത്തിലെ ദരിദ്രരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് പഠന സഹായം തൻ്റേതായ രീതിയിൽ കണ്ടെത്തി കൊടുക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസുകൾ നോക്കിയാൽ വളരെ തുച്ഛമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഏതു വിധത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പണവും ഇതുപോലെ അനേകർക്ക് സാമ്പത്തിക സഹായം നൽകി, പഠനത്തിനുള്ള സഹായം നൽകി, മക്കളെ കെട്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയിൽ അവർക്ക് താങ്ങായിട്ട് അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിലേക്ക് നമ്മൾ കയറിയാൽ നമുക്ക് വല്ലാതെ വീർപ്പ് മുട്ടും. കാരണം 30 വർഷം ജീവിച്ച ഒരു വന്യവൈദികൻ്റെ മുറിയിൽ അലങ്കാരങ്ങളൊന്നുമില്ല, ആർഭാടങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളായിരുന്നു. സഭാ പ്രബോധനങ്ങളുടെയും മലയാള ഭാഷയുടെയും വ്യാകരണങ്ങളുടെയും വിവിധ ഭാഷകളിലുള്ള വിവിധ ഗ്രന്ഥങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മുറി. കിടക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ ആ പുസ്തകങ്ങളുടെ ഇടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കട്ടിലും ലൈബ്രറി പുസ്തകങ്ങൾ സൂക്ഷിച്ച ഷെൽഫും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ ലളിതമായി തൻ്റെ കിടപ്പുമുറിയും പഠനമുറിയും ഒക്കെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അനാർഭാടമായിട്ട് എങ്ങനെ ഒരു പുരോഹിതനെ ജീവിക്കാൻ സാധിക്കും എന്നതിൻ്റെ മനോഹരമായ അടയാളമാണ് ജോർജ് കുരുക്കൂർ. ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ എത്രയും ലളിതമായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നോർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ വിശുദ്ധിയും ജീവിത ദർശനവും ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഔത്സുക്യവുമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ജോർജ് കുരുക്കൂരച്ചൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ചെറിയ സഹായം അദ്ദേഹത്തിന് ചെയ്താൽ അവരോടെല്ലാം അദ്ദേഹം പ്രത്യുത്തിരിക്കുന്നത് ഒരു കോടി നന്ദി എന്നാണ്. ഞങ്ങൾക്ക് ആദ്യം തമാശയായിട്ട് തോന്നിയെങ്കിലും അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഒരു വാക്കുകൊണ്ട് നന്ദി പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കോടി നന്ദി എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്കും അത്രയും ഹൃദ്യമായും അത്രയും ആത്മാർത്ഥമായും നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്രയും സന്തോഷകരമായ സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മോൺസിഞ്ഞോർ കുരുക്കൂർ നയിച്ചിരുന്നത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 83 വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുക. സാധാരണ വൈദികർ 75 വയസ്സിൽ വിശ്രമ ജീവിതത്തിലേക്ക് പോകും. കുരുക്കൂരച്ചൻ 80-ാം വയസ്സിലാണ് വിശ്രമത്തിലേക്ക് പോയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ 80 മുതൽ 83 വരെയുള്ള 3 വർഷവും വിശ്രമരഹിതമായിരുന്നു. കാരണം ബ്രദർ തോമസ് പോൾ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്നതിലായിരുന്നു ഈ 3 വർഷം കുരുക്കൂരച്ചൻ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ വിശ്രമം എന്നെ തൻ്റെ പൗരോഹിത്യ ജീവിതം അവസാന ദിവസം വരെ മനോഹരമായിട്ട് നിർവഹിച്ച് ചാരിതാർത്ഥ്യത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ വളരെ ശാന്തമായി ഈ ലോകത്തോട് കടന്നുപോയ ആരാധ്യനായ ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് POCക്കും KCBCക്കും കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്കും കേരള സഭയ്ക്കും ഈ വന്യപുരോഹിതൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിലുള്ള കൃതാർത്ഥതയുണ്ട്. അദ്ദേഹത്തോട് അതിരറ്റ ആദരവും നന്ദിയുമുണ്ട്. അഭിനയ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട POCയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ ഈ 30 വർഷത്തിനുള്ളിൽ POCയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മായ ശുശ്രൂഷകരുടെ എല്ലാവരുടെയും നാമത്തിൽ കുരുക്കൂരച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും വിശിഷ്യ POCയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും
ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനുള്ള ചാനലായിട്ട് തീരുമെന്ന പ്രത്യാശയോടുകൂടെ ആ നല്ല ഓർമ്മയുടെ മുമ്പിൽ നന്ദിയോടുകൂടെ ശിരസ് നമിക്കുന്നു. ആത്മശാന്തി നേരുന്നു. എൻ്റെ പേര് ഫാദർ ജേക്കബ് പ്രസാദ്. ഞാൻ ഇവിടെ കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കേന്ദ്രമായ POCയിൽ ജനറൽ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. ജനറൽ എഡിറ്റർ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ പ്രത്യേകിച്ച് പാപ്പാമാരുടെ ലേഖനങ്ങളുടെ, അതോടൊപ്പം തന്നെ വത്തിക്കാനിൽ നിന്നിറങ്ങുന്ന ലേഖനങ്ങളുടെ, ഡിക്കസ്റ്റുകളിൽ നിന്നുള്ള ലേഖനങ്ങളുടെ പരിഭാഷ നടത്തുന്നു. എനിക്ക് മുമ്പ് ഇവിടെ അപ്രകാരമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത് ദിവംഗതനായ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ ആണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ വളരെയേറെ ദുഃഖിക്കുകയും അനുശോചനം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനശ്വര മന്ദിരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും. കുരുക്കൂറച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അദ്ദേഹം വിശുദ്ധനും വിജ്ഞാനിയുമായ ഒരു വൈദികൻ ആയിരുന്നു. ഇവിടെ POCയിൽ അദ്ദേഹം 3 പതിറ്റാണ്ടുകൾ ചെലവഴിക്കുകയുണ്ടായി. 1990 വന്നതിന് ശേഷം അദ്ദേഹം 2021 ഇവിടെ നിന്നുള്ള തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കുന്നത്. ഞാൻ 2018 ആണ് ഇവിടെ എത്തിയത് യഥാർത്ഥത്തിൽ POC ബൈബിളിൻ്റെ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി, POC ബൈബിൾ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ കോർ ടീമിൽ അംഗമായിട്ടാണ് എത്തിയത്. 3 വർഷങ്ങൾക്ക് ശേഷം ആ ജോലി തുടരുന്നതിനിടയ്ക്ക് എനിക്ക് കുരുക്കുറച്ചൻ ഇവിടുന്ന് വിരമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഔദ്യോഗിക പരിഭാഷയുടെ, വത്തിക്കാൻ ഡോക്യുമെൻറ്റ്സിൻ്റെ പരിഭാഷയുടെ ജോലി കൂടി ലഭിക്കുകയുണ്ടായി. POC പരിഷ്കരണം, ബൈബിളിൻ്റെ പരിഷ്കരണം അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അവസാനിക്കുകയുണ്ടായി. അതേ തുടർന്ന് ഞാനിപ്പോൾ കുരുക്കൂറച്ചൻ്റെ പിൻഗാമിയായി പ്രസ്തുത ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുരുക്കൂറച്ചൻ വിശുദ്ധനായ ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഏതാണ്ട് 3 വർഷത്തോളം 2018 മുതൽ 2021 വരെ അദ്ദേഹവുമായിട്ട് ഞാൻ ഇവിടെ സഹകരിച്ച് ജീവിച്ച ആളാണ്. അപ്പോഴൊക്കെ വിശുദ്ധിയുടെ നറുമണം പരത്തുന്ന ഒരാളായിട്ട് അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തൻ്റെ പ്രാർത്ഥനകളിൽ നിഷ്ഠയോടുകൂടി പ്രാർത്ഥിച്ചിരുന്ന ആൾ, ദിവ്യപൂജ, യാമപ്രാർത്ഥനകൾ, അതുപോലെയുള്ള ഭക്താഭ്യാസങ്ങളിലെല്ലാം കൃത്യനിഷ്ഠതയോടും അതോടൊപ്പം തന്നെ തീക്ഷ്ണതയോടും പങ്കെടുത്തിരുന്ന ഒരാൾ. ഒരു മുതിർന്ന വൈദികൻ എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങൾക്കെല്ലാവർക്കും മാതൃക ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇത് പ്രാർത്ഥനകളിലുള്ള താല്പര്യം, അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധ ജീവിതം, തൻ്റെ ജീവിതസരണിയിൽ എപ്രകാരം പെരുമാറണമെന്നുള്ള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ദരിദ്രരോടുള്ള പക്ഷം ചേരലും കുരുക്കുറച്ചിനുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ആയിരിക്കുകയില്ല. വളരെയേറെ വിദ്യാർത്ഥികളെ അദ്ദേഹം സഹായിക്കാനായിട്ട് പണം സ്വരൂപിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തതായിട്ട് എനിക്കറിയാം. ദരിദ്രരോടുള്ള പക്ഷം ചേരൽ വിശുദ്ധിയുടെ ഒരു ലക്ഷണം തന്നെ ആണല്ലോ. അങ്ങനെ വിശുദ്ധിയുടെ ഒരാളായി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാൾ എന്നുള്ള സന്തോഷം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ സമയത്ത് പറയാൻ സാധിക്കുന്നത് ആണ്. രണ്ടാമതായി, അദ്ദേഹം വിജ്ഞാനിയായ ഒരു വൈദികൻ. തൻ്റെ വിജ്ഞാനം, തൻ്റെ കഴിവ് ഈ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി ഉപയോഗിച്ച ആളെന്ന് പറയാൻ സാധിക്കും. 30 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. പാപ്പാമാരുടെ ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോലിക ആഹ്വാനങ്ങൾ, അപ്പസ്തോലിക ലേഖനങ്ങൾ, അതോടൊപ്പം തന്നെ കോൺഗ്രിഗേഷൻസുകളിൽ നിന്ന് ഇറങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രിഗേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ അവയ്ക്ക് പുതിയ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ഡിക്കസ്ട്രികൾ, മന്ത്രാലയങ്ങൾ. അവിടെ നിന്നിറങ്ങുന്ന പ്രധാനപ്പെട്ട രേഖകൾ എല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് 200ഓളം ഈ പരിഭാഷകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചാക്രിക ലേഖനങ്ങൾ, ഇതുപോലുള്ള രേഖകൾ മാത്രമല്ല, വർഷത്തിൽ പല സമയത്ത് മാർപ്പാപ്പാമാർ സന്ദേശങ്ങൾ അയക്കാറുണ്ട്. ജനുവരി മാസം 1-ാം തീയതി സമാധാനത്തിനുള്ള സന്ദേശം, ഫെബ്രുവരി മാസം 11-ാം തീയതി സാധാരണയായിട്ട്
ആരോഗ്യ പരിപാലന രംഗത്തുള്ളവർക്ക് നൽകുന്ന സന്ദേശം രോഗീദിനം. അതോടൊപ്പം തന്നെ പിന്നീട് മെയ് മാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദൈവവിളികൾക്കായിട്ടുള്ള സന്ദേശം നൽകുന്ന, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം, ഒക്ടോബർ മാസത്തിലെ പ്രേക്ഷിത ഞായർ മിഷൻ സൺഡേയെക്കുറിച്ചുള്ള സന്ദേശം, അങ്ങനെ ഇതിനിടയ്ക്ക് നോമ്പുകാല സന്ദേശം, അതുപോലെ തന്നെ ആഗമനകാല സന്ദേശം, ഇവയെല്ലാം പരിഭാഷപ്പെടുത്തി അയക്കാറുണ്ട്. അതൊക്കെ രൂപതകളിലെ ബുള്ളറ്റിനുകളിൽ പരിഭാഷയായിട്ട് വരാറും ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ 200ഓളം പരിഭാഷകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലത്തീൻ ഭാഷയിലും അതോടൊപ്പം മലയാളത്തിലും സംസ്കൃതത്തിലും അവഗാഹം ഉണ്ടായിരുന്നു. മുമ്പുള്ള ലേഖനങ്ങൾ, ആദ്യകാല പാപ്പാമാരുടെ ലേഖനങ്ങളൊക്കെ ആദ്യം ഇറങ്ങുന്നത് ലത്തീനിലായിരുന്നു. അപ്പോൾ അത് അശ്രാന്ത പരിശ്രമം നടത്തിയാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള വായനക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. 1891 ലയോ 13 മാർപ്പാപ്പ ഇറക്കിയ റേരും നൊവാരും, പുതിയ കാര്യങ്ങളെക്കുറിച്ച് എന്ന ആധുനിക കാലത്തെ സഭയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള പഠനം, സാമൂഹ്യ പ്രബോധനം ആരംഭിക്കുന്നത് അദ്ദേഹം അതിൻ്റെ 1990 അതിൻ്റെ പരിഭാഷ ഇറക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ 1891 മുതലുള്ള ഈ സഭാ പ്രബോധന രേഖകളെക്കുറിച്ച് പഠിക്കുവാനും അവ നമ്മുടെ സമകാലിക കേരളത്തിലെ വായനക്കാർക്ക് കൊണ്ടെത്തിക്കാനുമൊക്കെ ഉള്ള തീവ്രശ്രമം നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ചാക്രിക ലേഖനം, സാമൂഹ്യ ചാക്രിക ലേഖനമാണ് ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരർ എന്നുള്ളത്. അത് 2021 ജൂൺ മാസത്തിലാണ് ഇറങ്ങിയത്, ഇവിടെ പരിഭാഷപ്പെടുത്തി അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയത്. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ 2020 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് സഭയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. താൻ ഇവിടെ നിന്ന് വിരമിച്ചതിന് ശേഷവും തൻ്റെ ശുശ്രൂഷ ഒരർത്ഥത്തിൽ തുടർന്നുവെന്ന് പറയാൻ സാധിക്കും. ഏതാണ്ട് 10 ദിവസം മുമ്പ് അദ്ദേഹം POCയിൽ വന്നിരുന്നപ്പോൾ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗത്തിനായിട്ട് അദ്ദേഹം കത്തേന ഔറയ, ഗോൾഡൻ ചെയിൻ, സുവർണ ചങ്ങല എന്ന് പറയുന്ന തോമസ് അക്വീനാസിൻ്റെ 12-ാം നൂറ്റാണ്ടിലെ 13-ാം നൂറ്റാണ്ടിലെ കൃതി ലത്തീനിൽ നിന്നുള്ളത് പരിഭാഷപ്പെടുത്തി അത് സഭയ്ക്ക് ഉപയോഗപ്രദം ആക്കത്തക്ക രീതിയിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തതായിട്ട് എനിക്ക് അറിയാം. അപ്പോൾ തൻ്റെ ശുശ്രൂഷ തുടർന്നു. ഈ മരിക്കുന്ന ഇന്നലെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് മുമ്പ് വരെയും അദ്ദേഹം ശുശ്രൂഷയിലായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ വളരെ സുന്ദരമായ ഭാവങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂർ എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിന് ആത്മശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. കേരള കത്തോലിക്ക സഭയ്ക്ക് വലിയ നഷ്ടമാണ് ഡോക്ടർ ജോർജ് കുരുക്കൂറച്ചൻ്റെ നിര്യാണം. 2 കാര്യങ്ങളിൽ ചരിത്രം ജോർജ് കുരുക്കൂറച്ചനെ അടയാളപ്പെടുത്തും. ഭാഷാശാസ്ത്രത്തിൻ്റെ മേഖലയിലും സഭാവിജ്ഞാനീയത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഒപ്പം കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ മലയാള ഭാഷയിൽ ലഭ്യമാക്കുന്നതിന് അദ്ദേഹം നടത്തിയ അധ്വാനം, ഈ 2ഉം ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്ന, നിരന്തരം ഓർമ്മിക്കുന്നതിനിടയാക്കുന്ന തരത്തിലുള്ള സംഭാവനകളാണ്. ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ഓഫ് ലിറ്റർജി ഇൻ മലയാളം എന്ന അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി പഠനം, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച പഠനം, തുടർന്ന് അദ്ദേഹം ക്രൈസ്തവ ശബ്ദകോശം എന്ന പേരിൽ എഴുതിയ പുസ്തകം, പിന്നീടുള്ള 30-ലേറെ വർഷക്കാലം കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ POCയിൽ താമസിച്ച് ആരോഗ്യമുള്ള കാലത്തും ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലം വരെയും നിരന്തരമായി ഇരിക്കാൻ കഴിയാത്ത കാലത്ത് നിന്നുകൊണ്ട് ആണ് അദ്ദേഹം വിവർത്തനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചത്. രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്ത് താമസിക്കാനുള്ള ഭാഗ്യം എനിക്ക് ആ സമയത്തുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അധ്വാനം നേരിൽ കാണുന്നതിനിടയായിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ചരിത്രത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടേണ്ട മോൺസിഞ്ഞോർ ജോർജ് കുരുക്കൂറച്ചൻ്റെ നിര്യാണം കേരള സഭയ്ക്ക് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചരിത്രം എക്കാലത്തും അദ്ദേഹത്തെ ഓർമ്മിക്കട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.